ഹായ് ഗായ്സ്, നമ്മുടെ ടെക്നി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 3 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരു വയർലെസ് ആയിട്ട് ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു മേക്കിംഗ് വീഡിയോ ഞാനിടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു റിസീവർ സർക്യൂട്ട്, അതുപോലെ ഇത് ട്രാൻസ്മിഷൻ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇപ്പോൾ ഇത് തമ്മിൽ ടച്ച് ചെയ്യണേ ഇല്ല. ഇവിടെ വയർലെസ് ആയിട്ട് ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും അത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ, ആ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ നിർമ്മിച്ച ഈ പവർ ട്രാൻസ്മിഷൻ വയർലെസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഈ സർക്യൂട്ടൊക്കെ കണക്ട് ചെയ്ത ശേഷം ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുക. അതേപോലെ തന്നെ ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതുപോലെ ഇത് റിസീവ് ചെയ്യുന്നത്. ഇതിങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരും തോറും ബൾബ് കത്തും. കണ്ടോ, ഇത് തമ്മിൽ ടച്ച് ചെയ്യേ വേണ്ട. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പവർ ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കോയിലാണ്, ചെമ്പ് കമ്പി. ഇത് നമുക്ക് 0.5 ആ ഒരു സൈസിലുള്ളതാണ്. നമുക്ക് ഇതുപോലൊരു ചെമ്പ് കമ്പി നമ്മുടെ വീട്ടിലിപ്പോൾ പഴയ TV-കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇതുപോലെ ചെമ്പ് കമ്പി. അല്ലെങ്കിൽ റിപ്പയറിങ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ തരും ഇങ്ങനെ ഈ ഒരു കനത്തിലുള്ള ഒരു ചെമ്പ് കമ്പി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും CPN2222A എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രാൻസിസ്റ്ററാണ്. 2N2222A എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. അതേപോലെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു റെസിസ്റ്ററാണ്. നമുക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റർ, നമ്മുടെ കയ്യിലിപ്പോൾ കുറേ റെസിസ്റ്ററുകളുണ്ട്, നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല. നമുക്കപ്പോൾ ഇങ്ങനെ റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആപ്പൊക്കെ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് RCC കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ റെസിസ്റ്റർ നോക്കുക. റെസിസ്റ്റർ സൈഡിൽ ഗോൾഡൻ കളർ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ പിടിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം ബ്രൗൺ കളറാണ്, പിന്നെ ബ്ലാക്ക്, ഓറഞ്ച്, ഗോൾഡ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇതിൽ കൊടുക്കുക. ആദ്യത്തെ ബ്രൗൺ, അപ്പോൾ നമ്മൾ ബ്രൗൺ സെലക്ട് ചെയ്തു. അതേപോലെ അടുത്തത് വരുന്നത് ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്ലാക്ക് തൊട്ടു. അതേപോലെ പിന്നത്തെ ഓറഞ്ചാണ്, അപ്പോൾ അതിൽ ഓറഞ്ച് സെലക്ട് ചെയ്തു. പിന്നത്തെ ലാസ്റ്റ് ഗോൾഡാണ്. ഗോൾഡ് അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ട 10 കിലോ. അപ്പോൾ ഇത് ഓൾറെഡി അങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാവ് വെരി ഗുഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ സംഭവം വെച്ച് നമുക്കങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് ആവശ്യം വരുന്നത് ഒരു സോൾഡർ ചെയ്യാനാണ്. നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ സോൾഡർ ചെയ്യാനുള്ള ലെഡും അതേപോലെ തന്നെ ഒരു പേസ്റ്റും, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ചെമ്പ് കമ്പി ഉണ്ടല്ലോ, ഇൻസുലേഷൻ കളയാനായിട്ട് ഒരു ബ്ലേഡോ, ഒന്നുമില്ലെങ്കിൽ ബ്ലേഡ് വെച്ച് ഇൻസുലേഷൻ കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ലാമ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസുലേഷൻ പൊക്കോളും. ഒന്നുമില്ലെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ പഴയ പെർഫ്യൂമിൻ്റെയോ അങ്ങനെ ബോട്ടിലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് നമ്മുടെ കോയിലുണ്ടല്ലോ, കോയിൽ കുറച്ചൊന്ന് നീട്ടി പിടിക്കുക. എന്നിട്ട് 15 വട്ടം ചുറ്റുക. അങ്ങനെ 15 വട്ടം ചുറ്റി കഴിയുമ്പോൾ ഇങ്ങനെ 2 അറ്റം ഉണ്ടാവും. ഈ 2 അറ്റത്തുണ്ടല്ലോ ആദ്യം നമ്മൾ ഇൻസുലേഷൻ കളയണം. ഒന്നില്ലെങ്കിൽ ലാമ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുത്തോ, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കൊടുത്തിട്ട് ഇവിടെ 2 LED സോൾഡർ ചെയ്ത് കൊടുക്കണം. നമ്മളപ്പോൾ അങ്ങനെ ചുറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ
പിന്നെ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതും അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുക. അത് നമ്മൾക്ക് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻസുലേഷൻ ഓൾറെഡി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ കളയണം. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ ലൈറ്റർ ജസ്റ്റ് വെച്ചിങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻസുലേഷൻ പോകും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക. അപ്പോൾ അവിടുത്തെ ഇൻസുലേഷൻ പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു കളർ പോയിട്ട് വേറൊരു കളറായിട്ട് മാറും. അപ്പോൾ അവിടുത്തെ ഇൻസുലേഷൻ പോകും. ഒക്കെ ചുറ്റി കഴിഞ്ഞ് നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞ് കഴിയുമ്പോൾ കാണാം ഇവിടുത്തെ കളർ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഇൻസുലേഷൻ കളഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ LED പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു LED ജസ്റ്റ് LED ആദ്യം ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് ഇതുമ്മലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡൊന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ റിസീവർ കോയിൽ അതൊന്ന് ചുറ്റി അതൊന്ന് LED രണ്ട് കാലുകളാണ് നമ്മൾക്ക് പിടിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് പിന്നെ സോൾഡറാണ് ചെയ്യേണ്ടത്. സോൾഡർ ചെയ്യാനായിട്ട് ഇതുപോലെ അതിൻ്റെ ലെഡ് മുളക്കി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ലെഡൊന്ന് ഇത് മുളക്കി ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം LED മുളക്കി നമുക്ക് ട്രാൻസ്മിറ്ററിൻ്റെ കോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ 30 വട്ടം ചുറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് നീട്ടി പിടിക്കാം. എന്നിട്ട് 1 15 ഇപ്പോൾ 15 വട്ടം ചുറ്റിയിട്ടുണ്ട്. 15 വട്ടം ചുറ്റി കഴിയുമ്പോൾ ഒന്നിങ്ങനെ നമ്മളൊന്ന് ഇട്ട് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക. അത് നമ്മൾ 30 കോയിൽ ചുറ്റി. അപ്പോൾ 30 കോയിൽ ചുറ്റി കഴിയുമ്പോൾ ഒരു സൈഡ് ഇതുപോലെ നീണ്ടു നിൽക്കുന്നത് ഇതുപോലെ തന്നെ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ചുറ്റി കൊടുക്കുക. നമുക്ക് ഇത്ര അധികം നീളം ആവശ്യം വരുന്നില്ല. അതുപോലെ നടുക്ക് വെച്ച് നമ്മളൊന്ന് വിട്ടായിരുന്നു. 15 ആയി കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ ആക്കി പിടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ചുറ്റും ചുറ്റി. അപ്പോൾ അതും ഇതുപോലെ നടുക്കിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോയിലുകളുണ്ടല്ലോ, കോയിൽ നമ്മൾ ചുറ്റി കഴിഞ്ഞതിൻ്റെ ഭാഗം നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് വരച്ച് അതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് കളയണം. അതുപോലെ എല്ലാ സൈഡിൻ്റെയും കളയണം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇങ്ങനെ ഇൻസുലേഷൻ പോയി കഴിയുമ്പോൾ വേറൊരു കളറായിട്ട് നിൽക്കുന്നുണ്ടോ. പിന്നെ കോയിലൊക്കെ ചുറ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ എടുക്കുക. അങ്ങനെ ട്രാൻസിസ്റ്ററിൻ്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ, രണ്ട് സൈഡിലേക്ക് അങ്ങ് മടക്കണം. അങ്ങനെ മടക്കാൻ വേണ്ടി ഒരു വിരൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വിരലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു സൈഡിലേക്ക് അങ്ങ് മടക്കി കൊടുക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡും വിരൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അത് നമ്മൾ ട്രാൻസിസ്റ്റർ മടക്കി കഴിഞ്ഞ ശേഷം ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ ഈ എഴുത്തുള്ള ഭാഗം നമ്മൾ നേർക്കാക്കി പിടിച്ച ശേഷം ഈ ബാറ്ററി എന്ന് പറഞ്ഞ നെഗറ്റീവ് കണക്ഷൻ ഉണ്ടല്ലോ, അത് ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. അതേപോലെ ഈ നടുക്കത്തെ ഭാഗത്തേക്ക് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കോയിലിൻ്റെ ഒരു സൈഡിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ പോസിറ്റീവ് ഈ ഒരു സൈഡിലേക്കും കൊടുക്കുക. പിന്നെ അതുപോലെ ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗം ഈ ഒരു ഭാഗമായിട്ട് കണക്ട് ചെയ്യണം. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇവിടേക്ക് റെസിസ്റ്റർ വെച്ച് കൊടുത്തു. ഇനി നമ്മളത് സോൾഡർ ചെയ്യണം.
റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇനി ഈ ഒരു ഭാഗം നമ്മുടെ കോയിലിൻ്റെ ഒരു സൈഡായിട്ടാണ് കണക്ട് ചെയ്യേണ്ടി വരിക. ട്രാൻസിസ്റ്ററിൻ്റെ പിന്നെ റൈറ്റ് സൈഡാണ് വരുന്നത്. ആ റൈറ്റ് സൈഡ് നമ്മൾ ഈ ഇതിൽ കോയിലിൽ കൊടുത്തിക്കണ രണ്ട് സൈഡും പിന്നെ സെൻറ്റർ ഭാഗമാണ് ഉള്ളത്. അപ്പോൾ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സോൾഡർ ചെയ്യാൻ പോവാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സൈഡ് ഒരു കോയിലിലേക്ക് നമ്മൾ കൊടുത്തു. അതുപോലെ ഇനി ഈ റെസിസ്റ്റർ കണക്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, റെസിസ്റ്ററിൻ്റെ അടുത്ത അറ്റം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവിൻ്റെ കണക്ഷനും അതുപോലെ നമ്മൾ മാറ്റി വെച്ചാൽ സെൻറ്റർ ഭാഗം, ഈ രണ്ടും തമ്മിൽ നമുക്ക് സോൾഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ സർക്യൂട്ടിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ നെഗറ്റീവ് ബാറ്ററിക്കും അതുപോലെ സെൻറ്ററിലേക്കുള്ളത് റെസിസ്റ്റർ വഴി ഇതിൻ്റെ ഒരു കോയിലിൻ്റെ സൈഡിലേക്കും, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് വേറൊരു കോയിലിൻ്റെ സൈഡിലേക്കും, അതുപോലെ സെൻറ്റർ ഭാഗം പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ സർക്യൂട്ട് അങ്ങ് കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ റിസീവർ സർക്യൂട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 15 കോയിലോ, ഇത് നമ്മൾ ടോട്ടൽ 30 കോയിലാണ് ഉള്ളത്. ഇത് നമുക്ക് 15 or 30 ഒക്കെ നമുക്ക് വെച്ചിട്ട് സെറ്റാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ 15 വെച്ചിരിക്കുന്നത്. 15 വെച്ച് കഴിഞ്ഞിട്ട് അറ്റത്ത് ഒരു LED അങ്ങ് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ മൊത്തം സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തായി നമ്മൾ വർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ വർക്കിങ്ങിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു ബാറ്ററിയാണ് ആവശ്യമുള്ളത്. ബാറ്ററി ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, പോസിറ്റീവിൻ്റെ ഈ ഒരു ഇവിടെ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്കൊരു സ്വിച്ച് വേണമെങ്കിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വിച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ അയച്ചു കഴിഞ്ഞ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്വിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ ട്രാൻസ്മിഷൻ അങ്ങനെ സർക്യൂട്ട് മൊത്തം കംപ്ലീറ്റ് ആയി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റിസീവറിൻ്റെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഈ 15 വരെ ഇവിടെ 30 ആയി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് പവറായിട്ട് കത്തും. അതേപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കണ ഈ ഒരു റെസിസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ഇതൊക്കെ മാറ്റും തോറും വീണ്ടും കുറച്ചും കൂടി പവർ കൂടുതലായിട്ട് ബൾബ് കത്തും ചെയ്യും. അപ്പം നമുക്കിവിടെ ബൾബിന് വരെ നമുക്ക് ബസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇത് തമ്മിൽ ടച്ച് ചെയ്യണേ ഇല്ല. ഇവിടെ വയർലെസ് ആയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലെങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ട്രാൻസ്മിഷൻ കോയിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൊരു പവർ ഉണ്ടാവുകയാണ്. പവർ ഇതിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ റിസീവർ കോയിൽ കൊണ്ടുവരുമ്പോൾ ഈ റിസീവർ കോയിലേക്ക് ആ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നിട്ട് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ആവും. ആ EMF ഇൻഡ്യൂസ് ആയിട്ട് ഇതിലേക്ക് അങ്ങനെ പവർ വരും. അങ്ങനെയാണ് ഈ ഒരു ബൾബ് ഇതിൽ പ്രകാശിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു വയർലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നമുക്കത് ഇതിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഒരു കോയിൽ വെച്ചു, അതിൻ്റെ മുകളിൽ ഞാൻ ബുക്ക് വെച്ചു, അതിൻ്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ ടച്ച് ആവണം കൂടെ ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടെക് വീഡിയോസ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സീ യു.